ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇഡി ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഐ നീഡ് മോർ സ്ക്രീൻ ടൈം, നമുക്ക് ഇനിയും സ്ക്രീൻ ടൈം വേണമെന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമ്മളിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. റെഡി സ്റ്റഡി ഗോ. അങ്ങനെ നമ്മൾ സ്കൂൾ ബസ്സിലൂടെ പോകുകയാണ്. എങ്ങോട്ടാണോ ആവോ നമ്മൾ പോകുന്നത് എനിക്കൊരു ഐ ആം ഫൈനലി ഹോം. It was such boring. I can finish. നമ്മുടെ ഇവന് വേറെ സൂപ്പർ ഹീറോ മൂവി ന്യൂ സൂപ്പർ ഹീറോ മൂവി കാണണം എന്നാണ് ഇവന് പറയുന്നത്. നമുക്കൊന്ന് കൊളിച്ച് നോക്കാം. അമ്മ വീട്ടിലെത്തി. എന്തിൽ പറയുന്ന ഒബ്ജക്റ്റ് ക്ലോത്ത്. അപ്പോൾ ഈ ക്ലോത്ത് ഊരിയിടാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലോത്ത് ഊരിയിടാം. ഇവിടെയാണോ ക്ലോത്ത് ഊരിയിടുക? അയ്യോ, കുടുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെയല്ല, റൂമിലായിരിക്കും നമ്മുടെ. ഇവിടെയാ റൂം, ഇവിടെയാണെന്ന് തോന്നുന്നു റൂം. നമ്മളിവിടെ ഇവിടെ നിൽക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് മാറ്റാം. അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ടേൺ ഓൺ ദ ടി വി ഓണാക്കാം. നമുക്ക് നമ്മുടെ ടി വി ഓണാക്കി നമ്മളങ്ങനെ ന്യൂ സൂപ്പർ ഹീറോ മൂവിയാണ് ഗൈസ് നമ്മൾ കാണാൻ വന്നത്. ഇരിക്കേ, ടേക്ക് എ ബാത്ത്. നമുക്ക് കുളിക്കണം എന്നാണ് പറയുന്നത്. ഇത് കുളിക്കാൻ എന്നാൽ പോയി നമുക്ക് കുളിച്ച് വരാം. ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വരാം. ഇവിടെയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കുളിച്ച് എന്താ വരാം. എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. അയ്യോ കൈസ്, നമ്മൾ വാതിൽ പൂട്ടിയില്ല കൈസ്. വാതിൽ പൂട്ടാതെ നമ്മൾ കുളിക്കാൻ പോകുന്നത്. അങ്ങനെ വാതിൽ പൂട്ടി കിടന്ന് കുളിക്കാൻ പറ്റും. ഇനി നമ്മൾ അടിപൊളി ബാത്തൊക്കെ എടുത്ത് അടിപൊളിയാക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് എങ്ങനെ കുളിക്കണേന്ന് ഞാൻ ഓർക്കുന്നത്. ഇതിൽ വെള്ളം നിറയുന്നു, ബബിൾ. നല്ല ചൂടുവെള്ളമാണോ? അല്ല ഗൈസ്, നമ്മൾ മറ്റേ ഈ ബബിളൊക്കെ ഉള്ള വെള്ളമാണ്. നമുക്കിത് കുളിക്കാം. എങ്ങനെ കുളിച്ചോ? വാച്ച് ദ ടി വി. അതിന് നമ്മൾ ടി വി വാച്ച് ചെയ്യാനാണ്. ഇതെന്ത് കഷ്ടമാണ്, നമ്മൾ മൊബൈലിൽ കളിക്കുന്നു തോന്നുന്നു ഇങ്ങനെ. അപ്പോൾ നമുക്ക് ടി വി വാച്ച് ചെയ്യാൻ നമ്മൾ വാലിലൊക്കെ ഇറക്കി ഇറങ്ങിച്ചിട്ട് നമ്മുടെ അമ്മയോ അച്ഛനോ വന്നിട്ട് പറയും പിഴിപ്പിരുന്ന് പഠിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ വാച്ച് ദ ടി വി ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോ മൂവി കാണാൻ വേണ്ടി നമ്മളെങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഇനി എങ്ങനെ നമ്മൾ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. ഇതെന്താ സൂപ്പർ ഹീറോ? അയ്യോ, ഇത് നമ്മുടെ അച്ഛനാ? നമ്മുടെ അച്ഛൻ എഴുന്നേറ്റു. അച്ഛൻ എഴുന്നേറ്റു. വാട്ട് ഈസ് ദിസ് സൗണ്ട്? ഇറ്റ് ബെറ്റർ നോട്ട് ബി ദ ടി വി. അങ്ങനെ പറഞ്ഞ് നമ്മുടെ അച്ഛൻ എന്താണ് ഈ സൗണ്ട്? എനിക്ക് തോന്നുന്നു ഇത് ടി വിയുടെ സൗണ്ടാന്നൊക്കെ ഓർത്തിങ്ങനെ വരുന്നു. അതെന്താ ടി വി? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? Nothing, just watching this. No, you can't watch it. What I mean, what chorus? അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഡെയിലി നീ എന്താണ് ട്രാഷ് കളയാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ നിനക്കിത് കാണാൻ പറ്റത്തില്ല, നീ ഇപ്പോൾ ട്രാഷ് കളയൂ എന്നാണ് പറയുന്നത്. ഇവൻ പറഞ്ഞു ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അച്ഛൻ പറഞ്ഞു ഗൈസ്, ഈ അച്ഛനെയും കൊണ്ട് തോറ്റല്ലോ. നമ്മൾ സമാധാനത്തോടെ ഒന്ന് ഇരുന്ന് കളയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ അച്ഛൻ ഇതുപോലെ ശല്യപ്പെടുത്തുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു കാര്യം ഇങ്ങോട്ട്. ഇവിടെയാണ് നമ്മുടെ ടോക്ക് ടു ഡാഡ്. നമ്മുടെ അച്ഛനോട് സംസാരിക്കാനാണ് പറയുന്നത്. നമുക്ക് അച്ഛനോട് സംസാരിക്കാം. പിസ്സയൊക്കെ ഉണ്ടല്ലോ, പിസ്സയൊക്കെ എപ്പോൾ എടുക്കുക. അങ്ങനെ നമ്മുടെ അച്ഛനോട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ഹാൻഡ്സമാണ്. ഞാൻ ട്രാഷ് കളഞ്ഞ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ മൂവി കണ്ടോട്ടെ എന്നാണ് പറയുന്നത് ഗൈസ്. ഇപ്പം ഞാൻ മൂവി കണ്ടോട്ടെ, ഞാൻ ലക്ഷ്യത്തെ എന്താണ് എന്ന് പറയട്ടെ. അയ്യോ, ഈ മോപ്പ് ചെയ്യാൻ പറയുന്നത് ഗൈസ് നമ്മളോട്. ഫ്ലോറൊക്കെ എന്ത് കഷ്ടമാണ് ഈ ഡാഡിനെ കൊണ്ട്. ഇത് പോയി മോപ്പ് ചെയ്യണം. മോപ്പ് എവിടെ ഇരിക്കുന്നത്? ഇനി കണ്ടു സൂപ്പർ ഹീറോ എന്താണ് മോനെ? എനിക്ക് കാണണ്ടേ? അയ്യോ,
കേക്ക് വെട്ടിത്തെറിച്ച്. ഗൈസ് ഞാൻ എന്താണെന്ന് മാത്രമാണ് നോക്കിയത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കളിച്ച് അതിൻ്റെ അടുത്ത എൻഡിങ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇത് കളിക്കാം ഗൈസ്. ഇനി നമുക്ക് അടുത്ത എൻഡിങ് കൂടെ ഒന്ന് നോക്കാം. അങ്ങനെ ഇവൻ സ്കൂൾ ബസ്സിലൂടെ വന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ചെയ്യണം. വയ്യ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി അവിടെ എത്തിയിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്നാലേ അത് ശരിയാവത്തുള്ളൂ. അമ്മ ഗൈസ് അങ്ങനെ ഈ അച്ഛൻ പറഞ്ഞ് ഈ വീട്ടിലെ ജോലിയൊന്നും എന്താ നീ ചെയ്യാത്ത, നിൻ്റെ ഡെയിലി ജോലികളൊന്നും എന്താ ചെയ്യാത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടു ജോലികളൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ ട്രാഷ് കൊണ്ട് കളഞ്ഞു. ഇനി ഞങ്ങളെ ഗെയിം കളിക്കാൻ സമ്മതിക്കുമോ ഡാഡി ഞങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ പറഞ്ഞു ഞാൻ ട്രാഷ് കളഞ്ഞു, ഇനി എനിക്ക് മൂവി കാണാമോ എന്ന് ചോദിച്ചു. സമ്മതിക്കൂ ഡാഡ്. ഓ മൈ ഗോഡ്, ഇതെന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്നും മിണ്ടിയില്ല. എന്ത് കാരണം? അച്ഛനും മറ്റേ എന്ത് കഷ്ടമാണോ ഇത്. ഇനി നമ്മൾ ബാത്റൂമിലുണ്ടാവും മോപ്പ്. മോപ്പ് നമുക്ക് മോപ്പ് തുടയ്ക്കാം. ഇവിടെ ഒന്നുണ്ട്, അവിടെ കുറച്ച് തുടയ്ക്കാം. ഇനി നമുക്ക് അടുത്ത വട്ടം തുടക്കാം. ഗൈസ് ഞങ്ങൾ ലാസ്റ്റത്തെ തുടച്ച് ഈ ഗെയിമിന് കുറേ എൻഡിങ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡാഡിനോട് ഇനി എന്തായാലും ഡാഡ് സമ്മതിക്കാതിരിക്കത്തില്ല ഗൈസ്. നമ്മുടെ ഡാഡ് സമ്മതിക്കും. ഇനി എനിക്ക് മൂവി കാണാവോ എന്നാണ് ചോദിക്കുന്നത്. ഡാഡ് പ്ലീസ് ഡാഡ്. ടോയ്ലറ്റ് ഏതോ ഒരാൾ ഇത് ഇട്ട് വച്ചേക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്തിനാണ് പോയിട്ട് ക്ലീൻ ആക്കണത്? എവിടെ ടോയ്ലറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ടോയ്ലറ്റിൽ ആ സാധനം എടുക്കണം ഫസ്റ്റ് തന്നെ. ഈ ഒരു റെഡ് കളർ സാധനം എടുക്കണം എന്നാണ് തോന്നുന്നത്. എനിക്ക് എടുത്ത് ഇനി നമുക്ക് ഗൈസ് അങ്ങനെ നമ്മൾ എൻ്റെ ദൈവമേ എത്ര നേരം കഴിഞ്ഞിട്ടായിരുന്നു ആയത്. ഇനി നമ്മുടെ ഡാഡിനോടൊന്ന് ടോക്ക് ചെയ്യണം. ഇനി ഇവിടെ വേറൊരു ജോലി ഞാൻ കാണുന്നില്ല. മിക്കവാറും ഡാഡ് സമ്മതിക്കുമായിരിക്കും. ഞാൻ ടോയ്ലറ്റൊക്കെ ഇതാക്കി കളഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഡാഡിന് ടീ കൊടുക്കണം. അയ്യോ ഡാഡിന് ടീ കൊടുക്കണം. ടീ അവിടെ എന്തുകൊണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ചായ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താ അച്ഛനെ give it to dad. Here is dad. Like you want it. So maybe after you bring me some food now. അവൻ കുറച്ച് ഫുഡും കൂടെ. ഇതാണ് എൻ്റെ ലാസ്റ്റ് പണി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. തലയിലോ ഇത് നുബീനി പീസനീനി ഇവിടെ പീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹോട്ടും ചീസി ആയിട്ടുള്ള സോ ചീസി. സോ അതുകൊണ്ട് ഐ മേഡ് മൈ ഡെലിഷ്യസ് സ്റ്റൂ. ലെറ്റ്സ് യുവർ വാച്ച് ഇറ്റ്. അവന് സന്തോഷമായി. നമ്മൾ അച്ഛനെല്ലാം പണിയൊക്കെ ചെയ്തു കൊടുത്തു ഗൈസ്. ഇങ്ങനെ നമ്മൾ കാണായിരുന്നു. 10 PM ആയി ടൈം. താങ്ക് യു ഫോർ വാച്ച്. അയ്യോ മൂവി എൻ്റെ ആയാ? അയ്യോ ഇവൻ്റെ മുഖം തിരിക്കണേ. എന്ത് ചെയ്യാമണേ അമ്മേ. അവൻ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ ഗൈസ്. അത് മൊത്തം പൊട്ടിച്ചവൻ. ഗുഡ് എൻഡിങ് ഓർ ഈസ് ഇറ്റ് ഗൈസ്. അങ്ങനെ ഇതൊരു
ഇത് എന്ത് അവന് കളിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പോയി, അത്ര തന്നെ ഉള്ളിത്. കളി ആ സിനിമ എൻ്റെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗെയിം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.